സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഉത്തരാഖണ്ഡിലെ മേഘ വിസ്ഫോടനം നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട് ഞെട്ടിയ ഒരു സംഗതിയാണ്. ഇത്തരമൊരു കാര്യം നമ്മളുടെ നാട്ടിൽ സംഭവിക്കുമോ എന്ന ഒരു ഭയം സ്വാഭാവികമായും ഇത് കണ്ട എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം കുറേ വർഷങ്ങളായി പ്രകൃതിക്ക് തോന്നിയതുപോലെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നതായാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ കുറേ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സ്വഭാവം അത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാൽക്കുലേഷൻസ്, പ്രഡിക്ഷൻസ്, ഇന്ന സമയത്ത് മഴ തുടങ്ങും, ഇന്ന സമയത്ത് മഴ അവസാനിക്കും, മഴയുടെ മൂർധന്യാവസ്ഥ ഇന്ന സമയത്തായിരിക്കും എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനുകളെ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കാലാവസ്ഥ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തിൽ തുടങ്ങിയ മഴ ഈ ദിവസങ്ങൾ വരെ തോരാതെ തുടർച്ചയായി കേരളത്തിൽ പെയ്യുകയാണ്. കേരളത്തിൽ അത്രയും നേരത്തെ മഴ തുടങ്ങാറില്ല. അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ സൊല്യൂഷൻ ആത്യന്തികമായി കണ്ടെത്തുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന ഒരു ടേമിന്റെ പേരിലാണ്. ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഈ പ്രദേശം നമ്മൾ വളരെ കേട്ട് പരിചിതമായ ചില പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ്. ഇത് രൂപീകൃതമായിട്ട് അധികം വർഷമായില്ലെങ്കിലും ഇവിടുത്തെ മസൂറി എന്നൊക്കെ പറയുന്ന സ്ഥലം നമുക്ക് വളരെ പരിചിതമാണ്. ആ പേര് നമ്മളുടെ സിവിൽ സർവീസ് കിട്ടുന്ന ആളുകളൊക്കെ ട്രെയിനിങ് എടുക്കുന്ന മസൂറി എന്ന് പറയുന്ന സ്ഥലം ഈ ഉത്തരാഖണ്ഡിൽ പെടുന്നതാണ്. കൂടാതെ നൈനിറ്റാൾ എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം നൈനിറ്റാൾ ഈ ഉത്തരാഖണ്ഡിലാണ്. ഉത്തരകാശി എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ വിഖ്യാതമായ ഒരു തീർത്ഥാടന കേന്ദ്രം ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. കൂടാതെ ലോകപ്രശസ്തമായ കേദാർനാഥ് ടെമ്പിളും ഈ ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഉത്തരാഖണ്ഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നേരത്തെ അത് ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഫോം ചെയ്തത്. ഇത് ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇതിന്റെ തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് വരുന്ന നേപ്പാളാണ്, വടക്ക് ഭാഗത്തായിട്ട് വരുന്ന ഹിമാചൽ പ്രദേശാണ്. അപ്പം ഈ ഹിമാലയത്തിന്റെ ബൗണ്ടറിയായി കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെടുന്ന ഒരു സംസ്ഥാനമാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനം. ഇതിന്റെ ഒരു ബൗണ്ടറി ഹിമാലയാണ്. അപ്പൊ ഹിമാലയത്തിന്റെ തൊട്ട് ചുവട്ടില് താഴെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഡൽഹി സംസ്ഥാനമാണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പടിഞ്ഞാറോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഡൽഹി സംസ്ഥാനമാണ് വരുന്നത്. വടക്കോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശാണ് വരുന്നത്. തെക്കോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ നേപ്പാളാണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു ഒരു സംസ്ഥാനമാണ്. പ്രത്യേകമായ ഭൂപ്രകൃതിയൊക്കെ ഉണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ്. ഇടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ കൂടി ഇങ്ങ് പോരുന്ന ടൈപ്പാണ്. അങ്ങനത്തെ ഒത്തിരി പ്രത്യേകതകളുള്ള സംഗതിയാണ്. അപ്പൊ അവിടെയാണ് ഈ മേഘ വിസ്ഫോടനം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഈ മേഘ വിസ്ഫോടനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സൂര്യപ്രകാശം എന്ന് പറയുന്നതാണ് ഭൂമിയുടെ ആകെ ഒരേ ഒരു ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ്. ഭൂമിയിലേക്കുള്ള എല്ലാ ഊർജവും വരുന്നത് സൂര്യനിൽ നിന്നാണ്. അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്നതിൽ ഏകദേശം ഒരു 49.4 ഏകദേശം 50% അത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. ഇൻഫ്രാറെഡ് റേഡിയേഷനാണ് ചൂട്. നമ്മളുടെ ശരീരം അതിനെ ചൂട് എന്ന നിലയ്ക്കാണ് തിരിച്ചറിയുന്നത്. നേരെ മറിച്ച് സസ്യങ്ങൾ അതിനെ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഈ സൂര്യപ്രകാശത്തിലെ ഘടകം എന്ന നിലയിലാണ് സസ്യങ്ങൾ അതിനെ തിരിച്ചറിയുന്നത്. നമ്മൾ അതിനെ ചൂട് എന്ന നിലയിലാണ് തിരിച്ചറിയുന്നത്. പിന്നെ ഒരു 42.3% വിസിബിൾ റേഡിയേഷനാണ്. നമ്മൾ കാഴ്ചക്ക് ഉപയോഗിക്കുന്ന റേഡിയേഷൻസ് ആണ് 42.3% ഉള്ളത്. പിന്നെ 8.3% വരുന്നത് അൾട്രാവയലറ്റ് റേഡിയേഷൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന റേഡിയേഷനാണ്. അപ്പൊ ഇതാണ് സോളാർ റേഡിയേഷന്റെ മൊത്തത്തിലുള്ള ഒരു ഘടന. അപ്പൊ അതിൽ 50% ഞാൻ പറഞ്ഞു നമ്മൾ ചൂട് എന്ന് വിളിക്കുന്ന ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ്. ഈ മൊത്തത്തിൽ 50%. ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ എല്ലാ ഭാഗവും നമുക്ക് ചൂട് എന്ന നിലയ്ക്ക് നമ്മുടെ സ്കിന്നിന് തിരിച്ചറിയാനാവില്ല. തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ചെറിയ ഭാഗമുണ്ട്. അത് ഫാർ ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന റീജിയൻ ആണ്. ആ റീജിയനിലാണ് നമുക്ക് ഈ സ്കിന്നിലെ ചൂട് എന്നുള്ള സെൻസേഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് നമുക്ക് ജീവിക്കാൻ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ചൂട് എന്ന് പറയുന്നത്. സൂര്യൻ അവിടെയിലേക്ക് ഇവിടെ ചൂട് ഉണ്ടാവുകയില്ല. അബ്സല്യൂട്ട് സീറോ ആയിരിക്കും ഇവിടുത്തെ ടെമ്പറേച്ചർ. ഒരു ജീവനും എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ചൂട് എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആണ്. അപ്പൊ ആകാശത്ത് വരുന്ന ഈ സൂര്യരശ്മികള് ഭൂമിയുടെ പ്രതലം, അത് വെള്ളമായിക്കൊള്ളട്ടെ കരയായിക്കൊള്ളട്ടെ, അബ്സോർബ് ചെയ്തിട്ട് അത് തിരിച്ചെമിറ്റ് ചെയ്യും. അപ്പം വെള്ളം അതങ്ങനെ തിരിച്ചെമിറ്റ് ചെയ്യുകയില്ല. അബ്സോർബ് ചെയ്തിട്ട് അത് വെയ്പ്രൈസ് ചെയ്യാണ് ചെയ്യുക. വെള്ളത്തിനകത്ത് ചൂട് അബ്സോർബ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളം വെയ്പ്രൈസ് ചെയ്യും, അല്ലെങ്കിൽ ആവി ഉണ്ടാകും. നേരെ മറിച്ച് കരഭൂമിയിൽ വരുന്ന പ്രകാശം കരഭൂമി അത് അബ്സോർബ് ചെയ്യുകയും ഈ ഇൻഫ്രാറെഡ് റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയും അതിനെ റീ എമിറ്റ് ചെയ്യുകയും ചെയ്യും. കൂടാതെ കരയിൽ വീഴുന്ന പ്രകാശത്തിന്റെ ഒരു ചെറിയ പങ്കിനെയും അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആക്കി മാറ്റി റീ എമിറ്റ് ചെയ്യും.
ഇതാണ് സൂര്യൻ പോയി കഴിഞ്ഞാൽ, സൂര്യനോടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ചൂട് കിട്ടുന്നുണ്ടല്ലോ. സൂര്യനിൽ നിന്ന് വരുന്ന ചൂട് മാത്രമല്ല, ചൂട് കിട്ടുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ചൂട് കിട്ടുന്നത് ഈ കരഭൂമി റീ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ കൊണ്ടാണ്. അപ്പൊ അതിനെ ബാക്ക് റേഡിയേഷൻ എന്നാണ് വിളിക്കുക. അപ്പൊ ബാക്ക് റേഡിയേഷൻ ഇങ്ങനെ സൂര്യൻ പോയി കഴിഞ്ഞതിനനുസരിച്ച് കൂടി ഏകദേശം 3 മണിയോടെയാണ് രാവിലെ 3 മണി, പുലർച്ചെ 3 മണിയോടെയാണ് ബാക്ക് റേഡിയേഷൻ അതിന്റെ ക്ലൈമാക്സിലെത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗത്തേക്ക് നമുക്ക് പോകുന്നില്ല. കടലിൽ എന്ത് സംഭവിക്കും? കടലില് ഈ ചൂട് അബ്സോർബ് ചെയ്യപ്പെടുകയും അത് വെള്ളത്തിന്റെ ആവിയാവൽ പ്രോസസ്സിനെ സഹായിക്കുകയും അങ്ങനെ ആവിയാവുന്ന വെള്ളമാണ് അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് അത് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഊഷ്മാവ് ചേഞ്ചുകൾ. ഈ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലും ചൂട് വ്യത്യാസങ്ങൾ വരുത്തും. കരഭൂമിയിലെ കരപ്രദേശത്തെ ചൂട് ബാക്ക് റേഡിയേഷൻ കാരണം കരയുടെ മുകളിലുള്ള എയറിന് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ എയറിന് ചൂട് കൂടുന്ന സമയത്ത് അതിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറയുമ്പോൾ ആ ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്തേക്ക് കടലിലുള്ള ഡെൻസിറ്റി കൂടിയ എയർ ഇടിച്ചു കയറി വരും. അപ്പൊ കടലിലുള്ള എയറിനകത്ത് ധാരാളം നീരാവിയുണ്ട്. ആ നീരാവി കടലിലേക്ക് കരഭൂമിയുടെ മേലേക്ക് ഇടിച്ചു കയറി വരുന്ന ആ പ്രോസസ് അതിൽ നമ്മൾ കാണുന്ന അതിന്റെ പേരാണ് കാർമേഘം. അപ്പൊ നമ്മൾ ഈ വെള്ളത്തിന്റെ വേപ്പേഴ്സ് അടങ്ങിയ ജലത്തിന് മുകളിലുള്ള കടലിന് മുകളിലുള്ള എയർ ഭൂമിയുടെ മുകളില് ചൂട് കാരണം സാന്ദ്രത കുറഞ്ഞിരിക്കുന്ന എയറിനുള്ളിലേക്ക് തള്ളിക്കയറുന്നു. അപ്പൊ നമ്മൾ ഈ ചൂട് കാരണം സാന്ദ്രത കുറയുന്ന പ്രോസസ്സിന് ന്യൂനമർദ്ദം എന്നാണ് പേര് വിളിക്കുക. ആ ന്യൂനമർദ്ദമുള്ള റീജിയണിലേക്ക് ഈ കടലിന് മുകളിലെ എയർ, ധാരാളം ജലാംശമുള്ള എയർ ഇടിച്ചു കയറുന്നു. ഇനി ഭൂമിയിൽ നിന്ന് മേലോട്ട് പോകുന്തോറും ഈ ബാക്ക് റേഡിയേഷന്റെ അളവ് കുറവായതുകൊണ്ട് തണുത്ത് വരും. അപ്പൊ ഓരോ കിലോമീറ്റർ മേലോട്ട് പോകുന്നു, നമ്മൾ നേരെ വെർട്ടിക്കലായിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ, അന്തരീക്ഷത്തിൽ മേലോട്ട് പോവുകയാണെങ്കിൽ ഓരോ കിലോമീറ്റർ മേലോട്ട് പോകുന്തോറും 10 ഡിഗ്രി വീതം ചൂട് കുറഞ്ഞു വരുന്നു എന്നാണ് വെപ്പൻ. അതായത് ഏകദേശം നമ്മുടെ കേരളത്തിന്റെ ഒക്കെ മുകളിലുള്ള അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ ഏകദേശം 3 കിലോമീറ്റർ മുകളിലെത്തിയാൽ അത് 0 ഡിഗ്രിയിലേക്ക് എത്തും. 0 ഡിഗ്രി എന്നുള്ളത് ഐസ് പോയിന്റ് ആണ്. 0 ഡിഗ്രിയിൽ വെള്ളം ഐസായി മാറും. അപ്പം 3 കിലോമീറ്റർ മേലോട്ട് പോയാൽ 3000 മീറ്റർ മേലെ എത്തുമ്പോൾ തന്നെ ഐസ് പോയിന്റിലേക്ക് എത്തും. സാധാരണ വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് 10 കിലോമീറ്റർ മേലെ കൂടിയാണ്. ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നത് 10 കിലോമീറ്റർ മേലെ കൂടിയാണ്. അവിടെ ചൂടത്തിലായിരിക്കും, അവിടെ ഭയങ്കര തണുപ്പായിരിക്കും, അവിടെ -60 ഡിഗ്രി ഒക്കെയാണ്. അപ്പൊ വിമാനങ്ങൾക്കുള്ളിൽ എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ്, കൂളിംഗ് അല്ല, ഹീറ്റിംഗ് ആണ്. അപ്പൊ അവിടെ -60 ടെമ്പറേച്ചറിലൂടെയാണ് ഒരു വിമാനം സഞ്ചരിക്കുന്നത് മനസ്സിലാക്കണം. നമ്മുടെ വിചാരം മേലോട്ട് പോകുന്തോറും നമ്മുടെ സൂര്യനടുത്തേക്ക് ചെല്ലുകയല്ലേ, അതുകൊണ്ട് ചൂട് കൂടി വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ചൂട് കൂടുകയല്ല ചെയ്യുന്നത്, ചൂട് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പൊ ഈ ബാക്ക് റേഡിയേഷൻ ആണ് ഈ ചൂട് എന്ന് പറയുന്ന നമ്മളുടെ ആ ഫീലിംഗ് നിലനിർത്താനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ കടലിൽ നിന്ന് വരുന്ന ഈ വേപ്പർ അടങ്ങിയ വായു ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഈ തണുത്ത റീജിയനിലേക്ക്, അന്തരീക്ഷത്തിന്റെ മേൽഭാഗത്തേക്ക് എത്തുമ്പോൾ അത് തണുത്ത് വെള്ളമായി മാറുന്നു. വല്ലാതെ മേലേക്ക് പോയാൽ അത് ഐസായി മാറും. അങ്ങനെ ഐസായി മാറുന്നതാണ് ആലിപ്പഴം എന്നൊക്കെ പറയുന്ന പ്രോസസ്സായിട്ട് താഴോട്ട് പെയ്തിറങ്ങുന്നത്. അപ്പൊ ഇതാണ് ഒരു നാച്ചുറൽ പ്രോസസ്. സാധാരണയായി മഴ പെയ്യുന്ന പ്രോസസ് ഇതാണ്. അന്തരീക്ഷത്തിന്റെ മേലെ നിന്ന് തണുത്ത് ജലമായി മാറുന്ന കടലിൽ നിന്ന് വരുന്ന ആവി നമ്മളുടെ കരഭൂമിയിൽ പതിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് മഴ എന്ന് വിളിക്കുന്നത്. ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സാധനം, അത് അന്തരീക്ഷത്തിൽ സാധാരണയുള്ള ഒരു സംഗതിയാണ്. പക്ഷേ ഈ ഫോസിൽ ഫ്യൂവലുകളുടെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വഴി ഭയങ്കരമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് സ്വതന്ത്രമാക്കപ്പെടാൻ കാരണമായി. ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് കാർബണിന്റെ കോമ്പൗണ്ടുകളാണ്. കാർബണും ഹൈഡ്രജനുമാണ് അതിനകത്തുള്ളത്. അപ്പൊ ഡീസലിന്റെ ഒരു ജനറൽ ഫോർമുല വെച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1 ലിറ്റർ ഡീസൽ കത്തുമ്പോൾ, 1 ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞാൽ 870 ഗ്രാമേ ഉള്ളൂ. ഡീസലിന്റെ ഡെൻസിറ്റി കുറവാണല്ലോ, വെള്ളത്തിന്റെ മുകളിൽ കിടക്കുന്ന സാധനമാണ്. അപ്പൊ അത് 870 ഗ്രാം ഡീസല് അത് കത്തുന്ന സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ തൂക്കം 2.64 കിലോഗ്രാം ആണ്. അതായത് 1 ലിറ്റർ ഡീസൽ കത്തുമ്പോൾ തന്നെ 2.64 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടും. ഇത് കാർബൺ ഡൈഓക്സൈഡ് വെറുതെ അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡീസലിനകത്തുള്ള കാർബൺ അന്തരീക്ഷത്തിനുള്ള ഓക്സിജനുമായി കൂടിച്ചേർന്നിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നത്. അപ്പം ഈ 2.64 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന കൂട്ടത്തിൽ 1 കിലോ വെള്ളം കൂടി ഫോം ചെയ്യുന്നുണ്ട്. കാരണം ഇത് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ, കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ വെള്ളമായിട്ട് മാറുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് മാറുന്നു. ഡീസലിനകത്തുള്ളത് കാർബണും ഹൈഡ്രജനും ആണ്. അതിലെ കാർബൺ ഡൈ ഓക്സൈഡ് ആവുകയും ഹൈഡ്രജൻ വെള്ളമായി മാറുകയും ചെയ്യും. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡും H2O ഹൈഡ്രജൻ വെള്ളമായി മാറുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനിടയിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജനെ ഡീസൽ തിന്നു തീർക്കുന്നുണ്ട്. എത്ര ഓക്സിജൻ അവൻ തിന്നുന്നറിയാമോ? 1 ലിറ്റർ ഡീസൽ കത്തുന്ന സമയത്ത് കംപ്ലീറ്റ് കമ്പഷൻ സംഭവിക്കുകയാണെങ്കിൽ, പൂർണ്ണമായും കത്തുകയാണെങ്കിൽ 3 കിലോ 570 ഗ്രാം 3.57 കിലോഗ്രാം ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. അപ്പൊ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനെ
3.5 കിലോയിലധികം ഓക്സിജനെ വലിച്ചെടുത്തുകൊണ്ടാണ് ഈ 2.64 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനെ 1 ലിറ്റർ ഡീസൽ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പെട്രോളും ചെയ്യുന്നത്, കെറോസിനും ചെയ്യുന്നത്. ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. കോമ്പോസിഷനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നേ ഉള്ളൂ. അതിനനുസരിച്ച് ഈ കിലോഗ്രാമില് ഏതാനും ഗ്രാമുകളുടെ മാത്രം വ്യത്യാസമേ വരുള്ളൂ. ഈ രീതിയിലാണ് നമ്മളുടെ ഈ അന്തരീക്ഷത്തിലേക്ക് ഡീസൽ ഉപയോഗിക്കുന്ന സമയത്ത്, പെട്രോൾ ഉപയോഗിക്കുന്ന സമയത്ത്, കൽക്കരി ഉപയോഗിക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടുന്നതെന്നും ഓക്സിജൻ ഡിപ്ലീഷൻ ഉണ്ടാകുന്ന മനസ്സിലാക്കണം. ഓക്സിജൻ വലിച്ചു പോവുകയാണ്. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോറികളെയൊക്കെ സംബന്ധിച്ച് പറയും, ഈ 1 ടണ്ണ് ലോഡുമായിട്ട് നീങ്ങുന്ന ഒരു ലോറി 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പം ഏകദേശം 57 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. അതായത് സാധാരണ ലോറികളുടെ ഒരു ടണ്ണ് എന്ന് പറഞ്ഞാൽ 20 ടണ്ണാണ് സാധാരണ ലോറി. ഇപ്പം 50 ടണ്ണും 80 ടണ്ണും ഒക്കെ എടുക്കുന്ന ലോറികളുണ്ട്. അപ്പൊ 20 ടണ്ണുമായി നീങ്ങുന്ന ഒരു ലോറി 1 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് 1 കിലോമീറ്റർ റിലീസ് ചെയ്യും. ഒറ്റ കിലോമീറ്റർ ഓടുന്ന സമയത്ത് അത് 1 കിലോ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. 20 ടൺ വെയിറ്റുമായി പോകുന്ന ഒരു ലോറി. ഇങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ 20 ടൺ വെയിറ്റ് എടുക്കുന്ന ലോറി ഒരു ദിവസം 50 കിലോമീറ്റർ വീതം യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു വർഷം അത് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എന്ന് പറയുന്നത് 365 ടൺ കാർബൺ ഡൈ ഓക്സൈഡ്. 365 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ഒറ്റ ലോറി 20 ടൺ ലോഡ് കൊണ്ട് ഒരു ദിവസം 50 കിലോമീറ്റർ എന്ന തോതിൽ ഓടുന്ന ഒരു ലോറി 365 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ അത് 565 ടൺ ഓക്സിജനെ തിന്നു തീർക്കുന്നുണ്ട്. 565 ടൺ ഓക്സിജനെ തിന്നു തീർത്തിട്ടാണ് ഈ 365 ടൺ കാർബൺ ഡൈ ഓക്സൈഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ലോറി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ നമ്മളെല്ലാവരും കാർ ഉപയോഗിക്കുന്നവരാണ്, ഭൂരിഭാഗം പേരും കാർ ഉപയോഗിക്കുന്നവരാണ്. കാറൊക്കെ റിലീസ് ചെയ്യുന്നത് ഇതിന്റെ ഒരു 5-1 4-1 ആ ഒരു തോതിലാണ് നമ്മുടെയൊക്കെ കാറുകളും ചെയ്യുന്നത്. അപ്പൊ എത്രയോ ടൺ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മളൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ആലോചിക്കണം. എത്രയോ ടൺ ഓക്സിജനെയാണ് നമ്മൾ തിന്നു തീർക്കുന്നത് എന്ന് ആലോചിക്കണം. അപ്പൊ ഇത്രയും കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ചെന്ന് നിറയുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു സ്വഭാവമുണ്ട്. ഈ ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ കണികകൾ, അതിനെ പ്രകാശത്തെ സംബന്ധിച്ച് കണിക വേവ് എന്ന് പറഞ്ഞ് 2 തരത്തിൽ അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കണികകളായിട്ടും എക്സിസ്റ്റ് ചെയ്യും, വേവ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എപ്പോഴെങ്കിലും കണികയാവുക, എപ്പോഴെങ്കിലും വേവ് ആവുക, അങ്ങനെയല്ല. അബ്സോർപ്ഷൻ എമിഷൻ എന്ന് പറയുന്ന പ്രോസസ്, പ്രകാശം അബ്സോർബ് ചെയ്യപ്പെടുകയും എമിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ആ മൊമെന്റിൽ അത് കണികയായി മാറും. അത് സഞ്ചരിക്കുമ്പോൾ അത് വേവിന്റെ രൂപത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്ന രീതി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വേവിന്റെയും കണികയുടെയും സ്വഭാവം ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ അത്തരം ഹയർ സയൻസിലേക്ക് കടക്കുന്നില്ല. അത് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, ഐൻസ്റ്റീന്റെ ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മുഴുവൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് മാത്രം ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിന്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പോകുന്നില്ല. എന്തായാലും പ്രകാശത്തിന് കണിക എന്നൊരു ഭാവവും വേവ് എന്നൊരു ഭാവവും ഉണ്ട് എന്ന് നമ്മൾ, അല്ലെങ്കിൽ ദ്വിമാന ഭാവത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആയിക്കൊള്ളട്ടെ, എക്സ്റേ ആയിക്കൊള്ളട്ടെ, ഹീറ്റ് റേഡിയേഷൻ ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനെയും സ്വഭാവമുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എല്ലാം അത്തരത്തിലാണ്. സൗണ്ട് എന്ന് പറയുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അതിന് ഈ പറയുന്ന കണികാ സ്വഭാവം കൊണ്ടില്ലതാണ്. നേരെ മറിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനാണ് എക്സ്റേ മുതൽ റേഡിയോ വേവ്സും ഇൻഫ്രാറെഡ് റേഡിയേഷൻസും അൾട്രാവയലറ്റ് റേഡിയേഷനും വിസിബിൾ റേഡിയേഷനും കോസ്മിക് റേയും ഒക്കെ ഉൾപ്പെടുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന റേഡിയേഷൻസിനാണ് ഈ ഡ്യുവൽ നേച്ചർ അഥവാ ദ്വിമാന സ്വഭാവമുള്ളത്. അപ്പൊ ഇതിൽ ഈ കണികൾ ഈ ചൂടിന്റെ കണികകളെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാ സാധനവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ നടുക്കൊരു കാർബൺ 2 ഓക്സിജനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നടുക്കുള്ള കാർബണിനെ ഒരു സ്പ്രിങ് കൊണ്ട് ഓക്സിജനുമായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു. നടുക്ക് കാർബൺ, ഒരു സ്പ്രിങ് കൊണ്ട് ഒരു ഓക്സിജൻ, മറ്റേ സ്പ്രിങ് കൊണ്ട് മറ്റേ ഓക്സിജൻ. അപ്പൊ ഇങ്ങനെ ലീനിയർ ആയിട്ടൊരു മോളിക്യൂള് 3 ഗോട്ടികളെന്ന് വിചാരിക്കുക. പക്ഷെ അത് ഒരിക്കലും സ്റ്റഡി ആയിട്ട് നിൽക്കില്ല, അതിങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓക്സിജൻ ആറ്റങ്ങൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. ഇതിനെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയും. ഇല്ലെങ്കിൽ ഓക്സിജൻ ആറ്റങ്ങൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. കാർബൺ സെന്ററിൽ നിൽക്കും, അതിനെ ബെൻഡിങ് വൈബ്രേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് ഓൾസോ ബെൻഡിങ് വൈബ്രേഷൻ. കാർബൺ അനങ്ങാതെ നിൽക്കും, ഓക്സിജൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ബെൻഡിങ് വൈബ്രേഷൻ. ഇങ്ങനെ കാർബൺ പോയിക്കൊണ്ടിരിക്കും, ബെൻഡിങ് വൈബ്രേഷൻ. അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദാറ്റ് ഈസ് സ്ട്രെച്ചിങ് വൈബ്രേഷൻ. അപ്പൊ ഈ വൈബ്രേഷൻസിനെ ഒക്കെ എക്സൈറ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ ഇതിന്റെ വേഗത കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും.
ആ പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷനാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ കണികയെ അബ്സോർബ് ചെയ്യുകയും അതിന്റെ ഈ പ്രോസസ്സിന്റെ വേഗതയിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. വേഗതയിൽ വ്യത്യാസം വരുത്തി സ്ഥിരമായിട്ട് അങ്ങനെ ആകുകയില്ല. അബ്സോർബ് ചെയ്തവൻ അപ്പം തന്നെ പുറത്തേക്ക് വിടും. അത് വേറൊരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ അബ്സോർബ് ചെയ്യും. ഇങ്ങനെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ ഇൻഫ്രാറെഡ് റേഡിയേഷനെ അഥവാ ചൂട് കണങ്ങളെ അബ്സോർബ് ചെയ്ത് റീഎമിറ്റ് ചെയ്ത് കളിക്കുന്ന പ്രോസസ്സ്. ഒരുത്തൻ അബ്സോർബ് ചെയ്യുന്നു, അവൻ അത് റീഎമിറ്റ് ചെയ്യുന്നു, വേറൊരുത്തൻ പിടിക്കുന്നു, അവൻ റീഎമിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കാർബൺ ഡൈ ഓക്സൈഡ് ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടി വരുന്നുള്ള സ്വാഭാവികമാണ്. അപ്പൊ നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്ന ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഈ കളി കളിച്ചുകൊണ്ടിരുന്ന് ഈ ഹീറ്റ് റേഡിയേഷനെ നമ്മളുടെ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് പോവാതെ സൂക്ഷിച്ചു വെക്കും. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് സാന്ദ്രത കൂടിയ വാതകമായതുകൊണ്ട് അത് ഭൂമിയുടെ പ്രതലത്തോട് ചേർന്നാണ് നിൽക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭൂമിയുടെ പ്രതലത്തിനടുത്ത് ഈ ചൂടിനെ കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചു വെക്കും. ഈ പ്രോസസ്സിന്റെ പേരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇതിനെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയും. അപ്പൊ പ്രപഞ്ചത്തിലെ ചൂടിനെ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂള് ഇങ്ങനെ ടെന്നീസ് കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് ഈ പ്രപഞ്ചത്തിൽ നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിൽക്കുന്ന ഈ അറ്റ്മോസ്ഫിയറിൽ നിലനിർത്തുന്ന പ്രോസസ്സിന്റെ പേര് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഇത് കടലിന്റെ മുകളിൽ സംഭവിക്കും. കടലിന്റെ മുകളിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് സംഭവിച്ചാൽ കടലിന്റെ ചൂട് കൂടും. കടലിന്റെ ചൂട് കൂടിയാൽ വേപ്പറൈസേഷൻ കൂടും. വേപ്പറൈസേഷൻ കൂടിയാൽ കൂടുതൽ മേഘങ്ങൾ ഭൂമിയുടെ മുകളിലെത്തും. അങ്ങനെ കാറ്റിന്റെ വിവിധ തരത്തിലുള്ള സ്ട്രക്ചറുകൾ വഴി ഈ മേഘങ്ങൾ ചിലയിടത്ത് കുന്നുകൂടും. അങ്ങനെ 4 മുതൽ 10 വരെ കിലോമീറ്റർ തിക്നെസ് ഉള്ള മേഘങ്ങൾ കുന്നുകൂടുന്ന പ്രദേശത്താണ് മേഘസ്ഫോടനം എന്ന് പറയുന്ന തരത്തിലുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. പെട്ടെന്ന് വെള്ളം ഒരു സ്ഥലത്ത് കൂടുകയും അത് കാറ്റിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ആ പ്രദേശത്ത് എങ്ങനെ എത്തി എന്നുള്ള ചോദ്യം അത് കാറ്റിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. എളുപ്പത്തിൽ ഒന്നും വിശദീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. 100ലധികം പാരാമീറ്റേഴ്സ് ചേർന്നിട്ടാണ് വിൻഡിന്റെ സ്ട്രക്ചർ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആവുന്ന തരത്തിൽ വരുന്നത്. നമ്മൾ ഇന്ന് മഴ പെയ്യുന്ന പറഞ്ഞാൽ വെയിൽ തെളിയും മഴ പെയ്യും. ഇതിന്റെ ഒക്കെ കാരണം ഈ പ്രപഞ്ചത്തിലുള്ള ഈ പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടി വെച്ചുകൊണ്ട് വേണം ഇത് ഡിസൈഡ് ചെയ്യാൻ. പലപ്പോഴും കമ്പ്യൂട്ടറുകൾക്ക് പോലും സാധിക്കാത്ത സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ പ്രഡിക്ഷൻസ് തെറ്റിപ്പോകുന്നത്. അപ്പൊ അങ്ങനെ ഈ മേഘങ്ങളെല്ലാം കൂടെ കൂടി ഒരു സ്ഥലത്ത് ചെന്ന് അടിഞ്ഞുകൂടുകയും അതിന്റെ തിക്നെസ് വല്ലാതെ വരുമ്പം വല്ലാതെ തണുപ്പുള്ള റീജിയനിലേക്ക് മേഘം എക്സ്റ്റെൻഡ് ചെയ്തു പോവുകയും അപ്പം ഏറ്റവും മേലെ ഐസ് പാളികൾ അല്ലെങ്കിൽ വലിപ്പം കൂടിയ ഐസ് കട്ടകൾ ആലിപ്പഴങ്ങൾ ഫോം ചെയ്യും. അത് താഴോട്ട് വീഴുന്ന കൂട്ടത്തിൽ എല്ലാ വെള്ളത്തിനെയും വഹിച്ചുകൊണ്ട് താഴോട്ട് ഒന്ന് ഠേ എന്ന് നിലത്ത് പതിക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. അപ്പൊ ഇത് മേഘവിസ്ഫോടനമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, ഉദാഹരണമായിട്ട് 5 മിനിറ്റിനുള്ളിൽ 2 സെന്റിമീറ്റർ മഴ പെയ്താൽ അത് മേഘവിസ്ഫോടനമാണ്. 1 മണിക്കൂറിനുള്ളിൽ 10 സെന്റിമീറ്റർ മഴ പെയ്താൽ അത് മേഘവിസ്ഫോടനമാണ്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടാണ് പണ്ട് ബോംബെയിലൊക്കെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള മഴ പെയ്തത് കൊണ്ടാണ്. ഒരു 24 മണിക്കൂറിനുള്ള 1 മീറ്റർ മഴ ബോംബെയിൽ അന്ന് പെയ്തത് 2005 എനിക്ക് തോന്നുന്നു. ആ വലിയ പ്രളയമുണ്ടായ സമയത്ത് ഒരു ദിവസത്തിനുള്ളിൽ 1 മീറ്റർ മഴയാണ് പെയ്തത്. എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും 1 മീറ്റർ വെള്ളം വരത്തക്ക രീതിയിലേക്ക് ആണ് ഈ മഴ പെയ്തിട്ടുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ മേഘവിസ്ഫോടനം സംഭവിച്ചു എന്നുള്ളതാണ് ഇനീഷ്യൽ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ നമ്മളുടെ അവിടെ കണ്ട വീഡിയോ ദൃശ്യങ്ങൾ ഒരു മേഘവിസ്ഫോടനത്തിന്റെ ലക്ഷണമല്ല അത് കാണിക്കുന്നത്. കാരണം മേഘവിസ്ഫോടനമാണെങ്കിൽ ഏകദേശം 2 മുതൽ 5 സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള ഏരിയയിലാണ് സംഭവിക്കുന്നത്. അപ്പൊ 5 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ 5 മിനിറ്റിനുള്ളിൽ 2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 4 സെന്റിമീറ്റർ മഴ പെയ്തു എന്ന് തന്നെ കൂടുക. പക്ഷെ അത് ഒഴുകി വന്ന് ചേരാനൊരു സമയം വേണം. അപ്പൊ ആ വെള്ളം വരുന്നത് ആദ്യം കുറച്ചിങ്ങനെ വരും. അത് കഴിഞ്ഞ് കട്ടികൂടി ഭയങ്കരമായിട്ടുള്ള പ്രവാഹമായിട്ട് ആ പ്രവാഹം കുറച്ച് മിനിറ്റുകൾക്ക് നിൽക്കണം. ഇവിടെ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഒരു ഡാമൊക്കെ പൊട്ടി വരുന്നു, ഠേന്നൊരു വെള്ളം കൊണ്ട് വരിക ചെയ്തു. വെള്ളം വന്നു, അത് തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് പോയി. അതിന്റെ പുറകെ വെള്ളം വരുന്നില്ല. അത് കാണിക്കുന്നത് അതൊരു ഗ്ലേഷ്യർ എക്സ്പ്ലോഷൻ പോലെയാണ്. കാരണം ഈ ഉത്തരാഖണ്ഡിന്റെ മോൾ പ്രദേശങ്ങളിലൊക്കെ ഗ്ലേഷ്യറുകളുണ്ട്. ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഐസ് ഇങ്ങനെ ഫോം ചെയ്യും. ഹിമാലയത്തിൽ ധാരാളം ഐസ് ഫോം ചെയ്യും. ഇപ്പൊ നമുക്കറിയാം ഐസ് ഫോം ചെയ്താൽ അതിന്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അപ്പം ഐസ് ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ വെള്ളമുള്ള ആ ഒരു വലിയ പ്രദേശത്തിന്റെ പേരാണ് ഗ്ലേഷ്യർ അഥവാ ഐസ് പൊതിഞ്ഞ കുളം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അതിന്റെ ചുറ്റും ഐസാണ്, എല്ലാ ഭാഗത്തും ഐസാണ്. ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ ഐസ് ഫോം ചെയ്യുന്നു. ഐസ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ളം ഫോം ചെയ്ത് നമ്മൾ മുട്ടയൊക്കെ പോലെ വേണം വിചാരിക്കാം. തോടിനകത്ത് ലിക്വിഡ് ഫോം ഉള്ളതുപോലെ ഈ ഗ്ലേഷ്യറിനകത്ത് നിറയെ വെള്ളമാണ്. എന്തെങ്കിലും കാരണവശാൽ ഈ ഐസിന്റെ പുറത്തോട് പൊട്ടിയാൽ ഈ വെള്ളം എല്ലാം കൂടെ ഠേന്ന് പറഞ്ഞ് പുറത്തേക്ക് ചാടും. അപ്പൊ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഹിമാലയം പോലത്തെ പ്രദേശങ്ങളിൽ ഐസ് ഉരുകുക എന്നുള്ളതാണ്. അപ്പം ഐസ് ഉരുകി ഐസിന്റെ തിക്നെസ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ ഗ്ലേഷ്യർ പടേ എന്ന് പറഞ്ഞ് പൊട്ടി പുറത്തേക്ക് വരും. അപ്പം അതിനെ ഒരുപക്ഷെ മഴ സഹായിക്കുകയും ചെയ്യും.
അത്തരം ഒരു പ്രോസസ് ആയിരിക്കും. വളരെ ചെറിയൊരു ഗ്ലേഷ്യർ പൊട്ടി, വലിയ വലിയ ഗ്ലേഷ്യറുകൾ ഹിമാലയത്തിലുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം പൊട്ടിയതുപോലെ ഇരിക്കുന്ന ടൈപ്പ് അതിനേക്കാൾ വലിയ ഗ്ലേഷ്യറുകൾ ഹിമാലയത്തിലുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്ന അപകടം അതിഭീകരമാണ്. അപ്പൊ അതിന് വേനൽക്കാലം മഴക്കാലം അങ്ങനെയൊന്നുമില്ല. ഇതിപ്പോൾ മഴയോടനുബന്ധിച്ചുള്ളൊരു സമയത്ത് ഒരു ഗ്ലേഷ്യർ പൊട്ടിയ ലക്ഷണമാണ് ആ പ്രവാഹം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അത് ഈ പറയുന്ന സംഗതിയുടെ ഉറവിടം അന്വേഷിച്ച് കണ്ടെത്തിയാൽ മാത്രമാണ്. ഉറവിടം എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഒരു ഗ്ലേഷ്യർ അവിടെ നിന്ന് പൊട്ടിപ്പോന്നു കഴിഞ്ഞാൽ ഇതിന്റെ അടയാളങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമുള്ള സംഗതിയാണ്. അപ്പം അതിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ അനലൈസ് ചെയ്ത് കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ആളുകൾ മുഴുവൻ ശ്രദ്ധിക്കുന്നത് അതിന്റെ അടിപ്പെട്ടുപോയ മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു മിനിമം ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ കോമൺ സെൻസുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം. അത് വലിയ ശാസ്ത്രമൊന്നുമില്ല, എന്നാലും ഏകദേശം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ഉത്തരാഖണ്ഡിൽ സംഭവിച്ചിട്ടുള്ള സംഗതികൾ ഇത്തരത്തിൽ പെടുന്നതാണ്.